ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. നല്ല കാറ്റ് കേട്ടോ, സൂപ്പർ കാറ്റ്. சாரி. ஹாய் மணி, சாப்பிட்டீங்க நீங்கள் சாப்பிட்டீங்களா? எப்படி இருக்கீங்க? எல்லோரும் நல்லா இருக்கிறீங்களா? சக்தி கண்ணன், மது ஹாய், ராசுக்குட்டி ஹாய், சுஜித் ஹாய், சுஜித்தேட்டா ஹாய், ராஜு குட் நைட் ஃப்ரெண்டு, குட் நைட் குட் நைட். என்ன ഉമ്മയൊന്നും വേണ്ട കേട്ടോ. സുന്ദർജി കഴിച്ചു കേട്ടാ. സുജിതേട്ടാ ഹായ്. അനുക്കുട്ടി പനി മാറിയോ? കുറച്ച് കുഴപ്പമില്ല. என்னப்பா மதியம் சீக்கிரமா இன்னைக்கு? அதான் பையன் தூங்கிட்டீங்களா? சரி சீக்கிரமா வந்துட்டேன். ஹாய் ரபின் அனிக்குட்டி ஹாய். டுடே ஐ ஆம் റാണിപ്പേട്ടെ. ഓ റാണിപ്പേട്ടെ. ഓക്കെ മണി, സൂപ്പർ. അങ്ങനെ വന്നു ശിബു ഏട്ടാ. നേരിൽ കാണാൻ പറ്റില്ല ഏട്ടാ. ജയേട്ടാ, അനിൽകുമാർ എവിടെ? ജയേട്ടനെ റോബിയേട്ടൻ വിളിക്കുന്നുണ്ട്, റോബിൻ അനിൻകുട്ടി വിളിക്കുന്നുണ്ട്. അനിൽകുമാർ എവിടെ? നമ്മുടെ അച്ചൂസിനെ കാണുന്നില്ല. മുഹമ്മദ് ഹലോ, ഗുഡ് നൈറ്റ്. ജീബാറാജ് സോ ക്യൂട്ട്. പാട്ടൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. വെങ്കടാചലം என்ன ஃபுட்டு சாப்பிட்டீங்க? சாப்பாடு, രസം, പച്ചപ്പയർ കുളമ്പ്. ബൈ, ഗുഡ് നൈറ്റ്. ആസുക്കുട്ടി ഗുഡ് നൈറ്റ് പറയുന്നു. ഓക്കെ ഗുഡ് നൈറ്റ്. ജയേട്ടൻ കമ്പനിക്കാർ നാട് കടത്തി. അതാ ഇതിട്ട് ഫുഡ് കഴിച്ചോ? ടാബ്ലറ്റ് போட்டீங்களா? இல்லை போடணும். സുന്ദർ വാവ്, സൂപ്പർ ഹാർട്ട്, അടിപൊളി. ഹായ് അനുക്കുട്ടിയെ ബിജോട്ടാ പറയട്ടാ, സുഖമല്ലേ? മിണ്ടാതിരുന്നാലോ? കുറച്ചേരം ഇരിക്കാട്ടാ, നിൽക്കാൻ വയ്യ. കുനിയമുത്തൂര് അയ്യപ്പൻ സ്വീറ്റ്സ് അറിയാമോ? കേട്ടിട്ടുണ്ട്. എന്താ ഡാൻസ് ഞാൻ കളിച്ചില്ലല്ലോ ഏട്ടാ. അഭിലാഷ് ഏട്ടാ, ചേട്ടൻ ലൈവിലുണ്ടായിരുന്നു. ഇന്ന് ചേട്ടൻ ലൈവിലുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ കാണാനില്ല. റോബിൻ ഭക്ഷണമൊക്കെ കഴിച്ചോ? പൊട്ടു എങ്കപ്പാ വെച്ചിരിക്കണേങ്ങ. ദാ ഞാന് അയക്കുന്നു, കാണുന്നില്ല. സന്തോഷേട്ടാ സോറി. ഗുഡ് നൈറ്റ്. സുഖമായിരിക്കുന്നു ഏട്ടാ, സുഖമായിരിക്കുന്നു. സെന്തിൽ കുമാർ ഡ്രസ്സ് കുറച്ച്
നൈറ്റ് ഡ്രസ് ആണ് കേട്ടോ, ഒന്നും പറയണ്ട. ഇന്ന് ടീഷർട്ട് ഒന്നുമല്ല, ഇത് നൈറ്റ് ഡ്രസ് ആണ്. വയനാട്ടിൽ നിന്നും ക്യാമറാമാൻ. റീൽസ് സൂപ്പർ ആണ്. താങ്ക് യു സുജിത്തേട്ടാ, താങ്ക് യു. ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്, സ്വീറ്റ് ഹാർട്ട്. സുനിൽ ഹായ്, ഗുഡ് നൈറ്റ്. അനി യൂസ് സ്റ്റിക്കർ പൊട്ടു നൈസ്, താങ്ക് യു. അതല്ല, ഇന്ന് ജയേട്ട ലൈവ് ചെയ്തു എന്ന്. ആണോ? അയ്യോ ഞാൻ കണ്ടില്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. അയ്യോ. സന്തൽകുമാർ എപ്പോഴായിരുന്നു, എത്ര മണിക്കായിരുന്നു റോബിൻ? കട്ടൻ ചായ, ലവ് യു, ഗുഡ് നൈറ്റ്. ഇല്ല ഏട്ടാ, ഗണേശന്റെ ഏട്ടാ. ഡ്രസ്, നൈറ്റ് ഡ്രസ്. അതെ അതെ, നൈറ്റ് ഡ്രസ്. പിന്നെ ഹായ്, നമസ്കാരം ഏട്ടാ. ജയേട്ടൻ എന്ന് ലൈവ് ഇട്ടിരുന്നോ? റോബിനേട്ടൻ പറയണ്ടായിരുന്നു 5 മണിക്ക് ശേഷം. എന്നെ ഒന്നും പറഞ്ഞില്ല എൻ്റെ അടുത്ത്. ഷോ, വല്ലാത്തൊരു ചതിയായി പോയി. നമസ്കാരം. என்ன சொல்றீங்க மணி? எதுக்குப்பா கண்டினியூ சொல்றீங்க? சாரி வாங்க விருப்பம். என்ன புரியல? சாரி வாங்க விருப்பம். புரியல எனக்கு. என்ன சொல்றீங்க? ശിവരാത്രി താഴെ എന്തോ ഒരു വഴക്ക് നടക്കുന്നു. ശിവരാത്രി പനി അറിയിച്ചു. കലൈസെൽവം ഹായൊക്കെ, ഗുഡ് നൈറ്റ്. നമ്പർ വരുന്നു. என்ன லைட் ட்ரெஸ்ஸா? எஸ், நல்லா இல்லைங்களா? இது போட்டதல்ல இல்ல. സൂപ്പർ, താങ്ക് യു. ജയേട്ടാ, നിങ്ങളെ നാട് കടത്തി എന്ന് കേട്ടല്ലോ, സത്യമാണോ? അങ്ങനൊന്നും നാട് കടത്തില്ല. സുഖമാണോ? മാരിയപ്പൻ, നാഗരാജൻ ഹായ്. സാജൻ ബ്രോ സാപ്പിട്ടീங்களா? ഇതിലെ ആരും കാണുന്നില്ല. രാമൻ ഗുഡ് നൈറ്റ്. ഇവിടെ ആരെയും കാണുന്നില്ല കേട്ടോ. തങ്കദുരൈ ഹായ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാന് എഴുന്നേറ്റതേ ഉള്ളൂ, ലൈവ് ഒന്നും ചെയ്തില്ലടാ കുട്ടി. ആര് പറഞ്ഞു? റോബിൻ ഗുഡ് നൈറ്റ്. കൊറേ ആയില്ലേ കണ്ടിട്ട്. ആനന്ദ് ന്യൂ ഡ്രസ്. നോ സന്തോഷ് സൗന്ദർ ഇല്ലേ, പഴയ ഡ്രസ്. സുജിത്തേട്ടാ, ജയേട്ടാ ഹായ്. ജയേട്ടാ, സുജിത്തേട്ടാ കുറെ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. അതെ സുമിത്. ഓക്കെ ബൈ കേരള ആൻഡി, ഗുഡ് നൈറ്റ്. ഓക്കെ, പോയി തൂങ്ങും, ഉറങ്ങും. ഇയാൾ എന്തിനാണ് ലൈവ് വരുന്നത്? ചുമ്മാ നേരമ്പോക്കിനും. ഞാനും അമ്മോ, ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ വണ്ടി. ബഷീർ സൂപ്പറാ ഇருக்கு. താങ്ക് യു ബഷീരേട്ടാ. പാലക്കാട് കോയമ്പത്തൂരാണ്. പാലക്കാടല്ല, കോയമ്പത്തൂരാണ്. ഇപ്പോൾ உங்க ஃப்ரெண்டு தான் சொன்னது ജംഗൂലി ബ്രോ. അതേക്കുറിച്ച് ഉച്ചത്തിൽ മിണ്ടാമോ വനിതേ? ഉച്ചത്തിൽ മിണ്ടാമോ വനിതേ? നല്ല കണ്ണാണ്. താങ്ക് യു ഏട്ടാ. ഉച്ചത്തിൽ മിണ്ടണം എന്നാ പറയണം. ഉച്ചത്തിൽ മിണ്ടണം. നല്ല കുട്ടിയായി, കുറി തൊട്ട് വന്നല്ലോ. അതെ ശ്രീജിത്തേട്ടാ.
குட் நைட்டு செந்தில்குமார். செந்தில் எப்படி இருக்கீங்க செந்தில்குமார்? சாப்பிட்டீங்களா? தோசை சாப்பிட்டேன். ஓகே சூப்பர். நான் சாப்பாடு, ரசம், பச்சைப்பயிறு குழம்பு. ராஜேஷ் மேடம், நோ நீட் திஸ் டைம், ஜஸ்ட் க்ளோஸ் இட். തമിഴ് മലയാളം കലണ്ടർ ലാംഗ്വേജ്. ഗുരുവായൂരപ്പ 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 ഞാൻ കൊണ്ട കാതലിക്ക് നീതായൻ സാക്ഷി. എനിക്ക് ഫ്രം പാലക്കാട്. எனக்கு ஃப்ரம் பாலக்காடு. பனி மாறியோ அப்படின்னாட்டா. இந்த சாங் பாடுங்க. பாடிட்டேன். അനിക്കുട്ട വീണ്ടും കണ്ടുമുട്ടാം. എവിടെ പോവാണ്? ഇരിക്ക അവിടെ. ചോദിക്കുമ്പോൾ ഒന്നും തോന്നല്ലേ. വിനോദട്ടാ ചോദിക്കൂ. സെന്തിൽകുമാർ ഹാർഡ് ഡിന്നർ സാപ്പിട്ടീങ്ക. നീ എങ്ങനെ കണ്ടു ഇവിടെ ലൈവ് ഉണ്ടെന്ന്? എന്തിനാ ഇവിടെ വന്നത്? ഒന്ന് പോയിട്ട് തിരിച്ചൊരു റിപ്ലൈ തരാൻ നല്ല കാത്തിരിക്കാം. അയ്യോ സജീവേട്ടാ, എന്താണ് ചോദിച്ചേട്ടാ? പറയേട്ടാ, സുഖല്ലേ? അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. സെന്തിൽകുമാർ അതിന് സൂപ്പർ സോങ്. നീങ്ങളെ 2 ലൈൻസ് എഴുതി വിടുங்க സെന്തിൽകുമാർ. വന്നിട്ട് ഇപ്പോൾ വരാം. ഇപ്പോൾ വരാം. ഓക്കെ സുധീരേട്ടാ, പോയിട്ട് വരി. ഭക്ഷണം കഴിച്ചില്ലേ? വരി, ഇവിടെ തന്നെ ഉണ്ടാവും ഞാന്. വിജയകുമാർ. ചിരിക്കുമ്പോൾ നുണക്കുഴിയുണ്ട്. ഒരു സംശയം. ഇല്ല ഏട്ടാ, ഇല്ല. കണ്ടുമുട്ടലുണ്ടെങ്കിൽ എന്നെ മനസ്സിലായി അല്ലേ? എന്താ പറയുന്നത്? സാജനേട്ട ഭക്ഷണം കഴിച്ചാ? അബ്രഹാം ഗുഡ് നൈറ്റ്. രാധാകൃഷ്ണൻ ബ്രോ സാപ്പിയോ? പാലക്കാട് ചൂടുണ്ടോ? പാലക്കാട് ചൂടുണ്ട്, ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടത്തെ ഞങ്ങൾക്ക് ചൂടറിയാം. എവിടെയാണ് ഇവിടെ എത്രയാണ് ചൂട്? നാളെ കുനിയമുത്തൂര് എത്രയാണ്? 37 ഉണ്ടായിട്ടാ അവിടെ ചൂട്. എന്നാച്ചോ സാജൻ ബ്രോ? ഇവിടെ 37 അവിടെ എത്രയാണ്? സെൽവം ഗുഡ് നൈറ്റ്. അനിത സതീഷ് ഗുഡ് നൈറ്റ്. ഇന്നലത്തെ കാട്ടി ഇന്ന് ചൂട് കൂടുതലാ. എന്നിട്ട് എന്താണ് പിന്നെ? സുഖമല്ലേ എല്ലാവർക്കും? ഭക്ഷണമൊക്കെ കഴിച്ചോ? മോളെ കുറച്ചായി ലൈവ് വരാറില്ലേ? ഓ സുമിതേട്ടാ, നോട്ടിഫിക്കേഷൻ വരുന്നില്ല കേട്ടാ ആർക്കും. അതാണ്, വേറെ ഒന്നുമില്ല. ഇവര് ഇങ്ങനെ ഫേസ്ബുക്കുകാർ നോട്ടിഫിക്കേഷൻ ഇടുന്നതേ ഇല്ല. എന്ത് ചെയ്യും ഞാന്? അങ്ങനെ ഒന്നുമില്ല സാജന്റെയോ. കാണണം എന്ന് വെച്ചാ കണ്ടിരിക്കും. അതാണ് വേറെ ലെവല്. ഗുഡ് നൈറ്റ്. ഹെയർ സ്റ്റൈൽ സൂപ്പർ, താങ്ക് യു. എന്നോട് ஃப்ரெண்ட் ஜெரின் ப்ரோ. மணி என்ன சொன்னாங்க எனக்கு புரியல. மணி என்னமோ சொன்னாங்க, புரியல. ഇന്ന് മാച്ച് ഉണ്ടായിരുന്നോ? ആരാ ജയിച്ചത്? അല്ലാത്തൊരു TV ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാ. നാളെ ഒരു 1000 രൂപന്റെ TV വാങ്ങി വെക്കാന്ന് പറഞ്ഞിട്ടാണ് വീട്ടില്. എന്ത് ചെയ്യാനാ? കുഞ്ഞു TV വാങ്ങി വെക്കാൻ വേണ്ട, മാച്ച് കാണാൻ വേണ്ടി. മക്കൾ ഉറങ്ങിയോ? ഉറങ്ങി. കഴിച്ചു. മുഹമ്മദ് എന്താ ചേച്ചി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ചേട്ടാ? നോ പ്രോബ്ലം പാ. എനിക്ക് അനതയിൽ ഏറ്റവും ഇഷ്ടമായത് അനതയുടെ മുടിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മുടിയുള്ള കുട്ടികളെ. അതെല്ലേ? അതെ. നടന്നത് തന്നെ. ഞാൻ കാണട്ടെ. എനിക്ക് വരുന്നുണ്ടല്ലോ നോട്ടിഫിക്കേഷൻ. രമേശ് ചേട്ടന് വരുന്നുണ്ട്, പക്ഷെ വേറെ ആയിരിക്കും. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേരാവും. കരയുമ്പോൾ കൂടെ കരയാൻ നിഴൽ മാത്രം വരും. ടാബ്ലറ്റ് കഴിച്ചോ? ഇല്ല ഏട്ടാ, കഴിച്ചിട്ടില്ല. കൃഷ്ണമൂർത്തി ഏട്ടാ, ഞാൻ ഉറങ്ങുകയാണ്. നാളെ ഉച്ചയ്ക്ക് കാണാം. ഓഹോ,
വല്ലാത്ത ശരി ശരി പോയി നടക്കട്ടെ കേട്ടോ. എന്താ വെച്ചാ ഇപ്പൊ ലൈവിൽ ഇരിക്കുന്നതേ ഇല്ല, ഒന്നും പറയുന്നില്ല, ബിസി അല്ലേ. ബാബു ഗുഡ് നൈറ്റ്. അതേട്ടോ ചെന്നൈ ബാറ്റിങ്ങോ? ഓക്കെ. ഡിന്നർ സ്റ്റാർട്ടിങ് രാജ്. വനിത കറക്റ്റ് ബ്രോ. ഗുരുമൂർത്തി ഹായ്. ഈ ഡ്രസ്സ് കൊള്ളില്ല കേട്ടോ, കൊള്ളില്ല, വെടിയാട്ടാ. ഫ്രീ ആയിട്ടുണ്ട് എന്തായാലും. പാസ്സാങ്ങി കിളിയേ വീരമണി സൂപ്പർ. ഇല്ലേ കാല് നാട്ടിയിരിക്കുക, എന്ത് ചെയ്യണം എങ്ങനെ ഇരിക്കണം അറിയാം. ബിജു ഗുഡ് നൈറ്റ് മോളു. ഗുഡ് നൈറ്റ്. എന്താ ഗുഡ് നൈറ്റാ ബിജു ഏട്ടാ? നാളെയും ഇത് തന്നെ പറയണം അല്ലേ രാധാബായി? എന്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അല്ല ടാബ്ലറ്റ് പോട്ടിങ്ങളപ്പാ? ഇല്ല പോടില്ല മണി. ശിബു സഹോ. കൃഷ്ണമൂർത്തി ദിസ് ഡ്രസ് ലുക്കിംഗ് ലൈക്ക് ദ കോളേജ് ഗേൾ. ആണോ? കോളേജ് ഗേളിനെ പോലെ ഉണ്ടെന്നാ പറയുന്നത്. വേറെ വല്ലാത്ത പ്രശ്നമായി. ഇപ്പൊ എപ്പടി இருக்காங்க உடம்புக்கு? பரவாயில்ல, இன்னும் பரவாயில்ல. கோல்ட் இஸ் ஹில்டர். பரவாயில்ல, கொஞ்சம் பரவாயில்ல. அஜய் ஏட்டா ஹாய். நீலம்மா நீலம்மா. அருண் கேசி ഡോഗ്സ് ഒത്തിരി ഉണ്ട് അവിടെ. ചെയർ ഇല്ല ഏട്ടാ, ജയല്ല ഏട്ടാ. എല്ലപ്പാ ടാബ്ലറ്റ് പോടാ മാട്ടിങ്ങப்பா போடுறீங்க പോടരേ. ഉള്ളി പോയി ഇരിക്കാൻ പറയാണ് ചെയറില്. ഉള്ളി പോയി കേട്ടോ. ചൂടാണ് കേട്ടോ ഇവിടെ, കുറച്ച് കാറ്റൊക്കെ ഉണ്ട്, നല്ല സുഖമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ചേട്ടൻ എവിടെ ജോലി? വീട്ടിലുണ്ട് കേട്ടാ, ഒന്നും ജോലിയൊന്നുമില്ല. കുനിയപ്പൻ ഗുഡ് നൈറ്റ്. സാരി കൊടുത്താൽ പൊളിയാണ്, കണ്ടാൽ പ്രേമിക്കാൻ തോന്നുന്നു. എനിക്ക് വയ്യാണ്ടായി. സെൽവരാജ് വൺ മോർ ലിസൺ ഞാൻ അനിത ലൈവ്. എന്താ ഫുഡ്? ലവ് യു ശരൺ ഗുഡ് നൈറ്റ്. ஆலங்குச்சியில வளைச்சு பல்லக்கில செஞ்சு தாரு. പല്ലത്തിലെ മാമൻ വന്ന്. ഞാൻ പോണു. നവീനായിട്ട് പോകരുത്. സുരേഷ് ഹായ്. ഹരി ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പാട്ട് പാടിത്തരാ, ഇരിക്കുക എല്ലാവരും. രേഖ മുകേഷ് ഗുഡ് ഗുഡ് ഗുഡ്. കൊത്തതേ കൊത്തതേ മാതി. എന്താ മേഡം വീട്ടിലെ 4 ഡു യു അണ്ടർസ്റ്റാൻഡ്? ഡോൺ
പിടിക്കാതെ. അതിന് വീണ്ടും കേട്ട് കണ്ടുമുട്ടാം. ശുഭരാത്രി ശുഭനിദ്ര. പോവാണോ? നന്ദനേട്ട സോ ക്യൂട്ട്. സൂപ്പർ. ഗുഡ് നൈറ്റ്. മതി. സൂപ്പർ. ആര്? തമിഴ്? മലയാളം? എനിക്കൊരു സ്നേഹിതി ബാക്കി അറിയില്ല കേട്ടോ അല്ലേ. എനിക്കൊരു സ്നേഹിതി തെன்றൽ മാതിരി. ശരി ഏട്ടാ, ശരി രമേശ് ഏട്ടാ. ഓക്കെ. എന്നാ ഒന്നും ഇപ്പോൾ ആർക്കും വേണ്ടല്ലോ. എന്നെ ഒന്നും ആർക്കും വേണ്ടല്ലോ. എന്റെ കഷ്ടപ്പാട് ആരും അറിയുന്നില്ല. ഇത് രാവിലെ എഴുന്നേറ്റ് രാവിലെ ചായ പലഹാരം ഉണ്ടാക്കി. അതും കഴിഞ്ഞ് പറമ്പിൽ പോയി കിണർ നനയ്ക്കാനുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് അങ്ങാടിയിൽ പോവാനുണ്ടായിരുന്നു. അവിടെ നിന്ന് തിരൂരിൽ വന്നു. വീട്ടിൽ വന്നു. വീണ്ടും പറമ്പിൽ പോയി കിണർ നനച്ചു. ഇന്നത്തെ ദിവസം ഇവിടെ ഒഴിവ് ഉണ്ടായിരിക്കുന്നത്. അതാണ് ക്ഷീണം. ഒഴിവുണ്ടായിരിക്കുന്നു. അതാണ് ക്ഷീണം. ഇത്രയും കളികളിലെ വേറെ ലെവല്. ஷோய் வெயிலத்தக்கா தமிழ் சாங் பாடுங்க. கண்டிப்பா பாடுறேங்க. ஆர்சி ராஜா அனிதா லைக் கோல்டு bangles you giving. அனிதா குட் நைட். ഗുഡ് നൈറ്റ് അനിത. ഗുഡ് നൈറ്റ്. ചേട്ടൻ എവിടെ? ജോബ് ഇവിടെ തന്നെ ഉണ്ട് രാകേഷ് ചേട്ടാ. എനിക്ക് സിസ്റ്റർ ഇല്ല. ഒരു ദിവസം ലൈവ് അനിതയോട് സംസാരിച്ചു. ഇപ്പൊ എന്നും വന്ന് സംസാരിക്കണം കാണണമെന്ന് തോന്നുന്നു. ജയേട്ടാ വേറെ ലെവല്. സൂപ്പർ. അതെ. ഓക്കെ. எங்க போயிடுச்சு? ராதாகிருஷ்ணன் ப்ரோ, என்ன ப்ராப்ளம் சொல்லுங்க ப்ரோ. അതെങ്ങനെ സംഭവിച്ചു? മ്യൂട്ടായത്? അതെങ്ങനെയാണ് മ്യൂട്ടായത്? ശരി മാറ്റുമ്പോ അങ്ങനല്ലേ? സൗണ്ട് പോയോ? ഇല്ല. സൗണ്ട് ഓണാക്കി മെസ്സേജ് വായിക്കി. അതാ വോയിസ് ഔട്ട്. ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. സത്യം കണ്ടില്ല കേട്ടോ. செந்தில்குமார். பசங்க ஸ்கூல் எக்ஸாம் எப்போ சொல்லுங்கம்மா. இந்த மாசம், அடுத்த மாசம், இந்த மாசம் தாங்க. இந்த மாசம் இருக்கும். தெரியல, ടൈം ടേബിൾ കൊടുക്കലില്ല. ഓഫായി. ഇപ്പൊ ഓക്കെ ആയി. അതിങ്ങനെ നമ്മളിങ്ങനെ മോളിക്ക് ഇങ്ങനെ ആക്കിയപ്പോ അവിടെ അങ്ങനെ മ്യൂട്ടായതാ. പറയും രാധേട്ടാ. പിന്നെ എന്നിട്ട് അങ്ങനെയാണൊക്കെ പണികളാണല്ലേ? വെയിലത്ത് പൊരിഞ്ഞ പണിയാണ്. ഇപ്പൊ ഓക്കെ ആയി. ആർ യു സ്ലീപ്പിംഗ്? സ്ലീപ്പിംഗ്. ഓഡിയോ കട്ടായി. അപ്പോൾ പറഞ്ഞത് ഒന്നുകൂടെ പറയൂ.
എന്താ പറയുന്നത്? ബഷീർ സൗണ്ട് ഓഫാക്കിയതാണോ? ഇല്ല ഏട്ടാ, ഞാൻ കണ്ടില്ല ഏട്ടാ. അത് തനിയെ മ്യൂട്ട് ആയതാ. വാട്ട് യുവർ ഷാഡ് എന്താ പറയുന്നത്? കള്ളി കള്ളിയ കള്ളി പൂങ്കുയില് കള്ളിത്തേൻ ആ മെസ്സേജ് ഫുൾ വായിച്ചില്ല. ഇനി അതിൽ കുറെ കാര്യങ്ങളുണ്ട്. ഇല്ല, ഞാൻ വായിച്ചു, ഫുള്ളായി വായിച്ചല്ലോ. തിരുമുരുകൻ ഹായ്, ഗുഡ് നൈറ്റ്. മതി. ഞാൻ വായിച്ചല്ലോ. ദിവസം ഇവിടെ ഒഴിവ് ഉണ്ടായിരിക്കുന്നത് അതാണ് ക്ഷീണം. വായിച്ചു, ഫുള്ളായി വായിച്ചു. ഞാൻ പറഞ്ഞത് കേട്ടോ. ഐ ലവ് യു പറയും എന്ന് കരുതി സാരി എടുത്ത് വരാതിരിക്കരുത് കേട്ടോ. അയ്യേ, ഞാനെടുത്ത് വരും. നാളെ ഒരു സാരി, മറ്റന്നാൾ ഒരു സാരി. ഇനി അങ്ങോട്ട് ലൈവില് മതിയാവണം സാരി. സജിയേട്ടാ സൂപ്പർ. എന്താ ഫുഡ് കഴിക്കാന്ന്? ചോറാണ് ഏട്ടാ വിജയേട്ടാ. ചോറ്, രസം, ചെറുപയർ കറി. രമേശ് ഏട്ടാ ഡ്രസ് സൂപ്പർ ആർക്ക്, താങ്ക് യു. നൈറ്റ് ഡ്രസ്സാ, നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. വായനാശീലം പണ്ടേ കുറവാ അനുകുട്ടിക്ക്. അതെ ഏട്ടാ, അതെ 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 അതെ. ഈ വായിക്കുന്നതേ മുന്നോട്ടുള്ളത്. പിന്നെ എനിക്ക് വീട്ടില് പണിയാണ് കേട്ടോ, നിറയെ പണികളുണ്ട്. ഒന്നിനും സമയമില്ല. എനിക്ക് 3 കുട്ടികളില്ല ഏട്ടാ. അവരെയൊക്കെ ഒന്നും വലുതാക്കി ഞാൻ തന്നെ. എനിക്ക് ആരുടെ ഹെൽപ്പ് ഉണ്ടായിട്ടില്ല ഏട്ടാ, സത്യം പറയാലോ. ആരുടെ ഹെൽപ്പ് ഉണ്ടായിട്ടില്ല. സ്വന്തം ഞാൻ തന്നെയാണ് വലിയ കുട്ടീനെ നോക്കിയത്, ചെറിയ കുട്ടീനെ നോക്കിയത്, പിന്നെ ഏറ്റവും ചെറിയ കുട്ടീനെ നോക്കിയത്. 1 മാസം 2 മാസം അമ്മ ഇങ്ങനെ നോക്കിയിട്ടു. ബാക്കിയൊക്കെ ഞാനാണ് നോക്കിയത്. എനിക്ക് എവിടെ സമയം കിട്ടിയിരിക്കുന്നു പറയേട്ടാ. ഇപ്പോഴാണ് കുറച്ച് സമാധാനം. ഈ 1 വർഷമായിട്ടാണ് കുറച്ച് ഇങ്ങനെ ഫ്രീ ആയിരിക്കണമെന്ന് തോന്നുന്നു. സെന്തിൽകുമാർ ഐ ലവ് യു. ചൂടാനായിട്ട് സ്പെഷ്യൽ സാപ്പാട്, രസം, കുപ്പിവള ഇടണം കയ്യിൽ. കുപ്പിവള, ബ്രേസ്ലൈറ്റ് ഇടുന്ന ഇഷ്ടം. കുപ്പിവള ഇഷ്ടമല്ല. ഇനി എനിക്കിഷ്ടമല്ല. അതിട്ട് എന്തോ പോലെ. കുപ്പിവള അതാണ് അമ്മ. അതെ, ഡ്രസ് വെരി വെരി ഗുഡ്. അപ്പോൾ ഞാൻ ഐ ലവ് യു പറഞ്ഞു തോൽക്കും സാരി കൊടുത്ത് വന്നാൽ. അതെല്ലേ. സിസ്റ്റർ സ്കൂൾ ടീച്ചറാണോ? ദൈവമേ ഇല്ല, വീട്ടമ്മ. വിജയേട്ടാ വീട്ടമ്മയാണ്. രമേശ് ഐ ലവ് യു, വെൽക്കം മാഡം. ഓക്കെ. അങ്ങാടിയിൽ പോയി കറി വെക്കാനുള്ളത് വാങ്ങിച്ചു. വീട്ടിൽ വന്ന് ചോറും കറിയും ഉണ്ടാക്കി. അത് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞു, ഭക്ഷണവും കഴിച്ചു. നേരെ മലപ്പുറം പോയി. അവിടെ നിന്ന് തിരൂരിൽ വന്നു. ഭാര്യയെ മരുന്ന് വാങ്ങിച്ചു. വീട്ടിൽ വന്നു. വീണ്ടും പറമ്പിൽ പോയി നനച്ചു. തിരിച്ചു വീട്ടിലെത്തിയപ്പോൾ 8 മണിയായി. ഷിബു കമാൻഡ് വാസിക്കீங்களாப்பா? വാസിക്കുங்க. പഠിக்கிறீங்க. എല്ലാവരും കമാൻഡും പഠിக்கிறீங்க. രാമദാസ്, ഷമീരേട്ടൻ, മുത്തുമണി വെറുതെ ചോദിച്ചതാട്ടോ. ഓക്കെ വിജയേട്ടാ. ശിവേട്ടാ ഹൗസ് വൈഫ്. അതെ. അലീഷ് ഹായ് മോളെ. ഹായ്. വീട്ടമ്മ എന്ന് പറയാം, നമ്മൾ മലയാളിയില്ലേ, മലയാളത്തിൽ പറയാന്നേ. മാക്സിമം നമ്മൾ എന്തൊക്കെ മലയാളത്തിൽ പറയാൻ പറ്റുമോ അതൊക്കെ മലയാളത്തിൽ പറയാ. രാജേഷ് എല്ലാം വീഡിയോ. ഓക്കെ. എന്നിട്ട് നല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ ഇവിടെ. കൊള്ളാം.
റെസ്പോൺസ് യു ലൈക്ക് ലൈറ്റ് റൈസ്. യെസ്. രാധാകൃഷ്ണൻ ഞാനെല്ലാം നോക്കിയിട്ട് പോകുന്നു. ഐ എം ചെല്ലേ ഹെൽപ്പ് യു ടെൽ മീ ബ്രോ. ഐ എം ചെല്ലൈ എനിത്തിങ് ഹെൽപ്പ് യു. ഓ വെറുതെ ചോദിച്ചത് കേട്ടോ. എല്ലാം ഗുഡ് നൈറ്റ്. എന്നാൽ ഗുഡ് നൈറ്റ്. നാളെ സാരി കൊടുത്ത് വരുമ്പോൾ ഐ ലവ് യു പറയാൻ വരാം. ഇപ്പോൾ പോകുന്നു. ഓക്കെ രമേശ് ഏട്ടാ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. സജിത്ത് ഏട്ടാ പറയേട്ടാ ഗുഡ് നൈറ്റ്. പാലക്കാട് മാധവൻ. പാലക്കാട് മാധവൻ. അടച്ചോലെ നമ്മൾ മുത്തുമണിനെ ആരാ ഇവിടെ ടീച്ചറാക്കിയത്? ഷമീറായിട്ട് ആരും പറഞ്ഞില്ല ഏട്ടാ, ആരോ പറഞ്ഞു ഗുഡ് നൈറ്റ്. ഞാൻ പഠിക്കുന്നത് കണ്ടിട്ടേ വായിക്കുന്നത് കണ്ടിട്ട് അത്ര നല്ലതായിട്ട് വായിക്കുന്നു പറഞ്ഞിട്ടാണ്. ഇത് കേക്കൊക്കെ തരുന്നു അനീഷേട്ടൻ. RC രാജ് യു ഗിവിങ് ബംഗിൾസ് ഗോൾഡ് അനിത. എന്താ പറയുന്നത്? രാജ് എല്ലാം എന്തെങ്കിലും സാപ്പിട്ടീங்க ഡിന്നർ രാജ്? കേട്ടില്ല ഇതുവരെ. സുരേഷ് ഏട്ടൻ പറഞ്ഞത് കേട്ടില്ല ഇതുവരെ. എന്താ പറഞ്ഞ ഏട്ടാ? ഇംഗ്ലീഷ് അല്ല ഇഷ്ടം എന്നാലും കുട്ടിക്ക്. അതേ ഏട്ടാ, ഇംഗ്ലീഷാണ് ഇഷ്ടം ഏട്ടാ. എന്നാലും നമ്മളെ നാട്ടിലിരിക്കുമ്പോൾ നമ്മൾ മലയാളത്തിലല്ലേ പറയേണ്ടത്. പുരുഷോത്തമൻ ഗുഡ് നൈറ്റ്. ജഗൽ ഗുഡ് നൈറ്റ്. സുധാകർ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് എല്ലാവർക്കും ഗുഡ് നൈറ്റ് കേട്ടോ. എന്നിട്ട് പറയും എനിക്കൊരു ടേബിൾ ലൈറ്റ് വേണം, ഒരു സ്റ്റിക്ക് വേണം. യെസ്, ഹാർഡ് മൈ ഡിന്നർ. എന്താണ് കഴിച്ചത് സ്പെഷ്യൽ? കേരള ഞാൻ തന്നെ വിജയ് ഏട്ടാ. ഇപ്പോഴാണ് ഫുൾ വായിച്ചത്. ഇനി അഭിപ്രായമൊന്നും പറയാനില്ലേ? പറയണം, നിറയെ പറയാനുണ്ട്. അനീഷേട്ടാ ഗുഡ് നൈറ്റ് മോളെ. എല്ലാം ബ്രോ, എല്ലാം അച്ചു. സുരേഷ് ഏട്ടാ എവിടെയായിരുന്നു ഏട്ടാ? എന്താ ഏട്ടാ എൻ്റെ അടുത്ത് പഴകി ഏട്ടാ? സാരി കൊടുത്ത് വന്നില്ല. ഉച്ചയ്ക്ക് വന്നല്ലേ സുരേഷ് ഏട്ടാ? ഹാവ് യു ടേക്കൻ മെഡിസിൻ? ഓക്കെ ആർസി കണ്ടിപ്പാ. ഉറങ്ങാൻ ടൈം ആയില്ലേ? ആയി സതീഷ് ഏട്ടാ. ജയേട്ടൻ എവിടെ പോയി ഏട്ടാ? യു മദർ. അതാ എന്താ പറയണത്? ദൈവമേ, ഇവരെ ഞാൻ തൂക്കാം. ഞാനിതൊന്നും കണ്ടില്ല കേട്ടോ. ഞാനിത് കണ്ടില്ലേ. ഐ വിൽ സ്റ്റോപ്പ് സപ്പോർട്ട് ഫോർ യു. പ്രഭാകരൻ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്നിട്ട് പറയും പലികൾ. ഹലോ, ഐ ആം ന്യൂ ഫ്രണ്ട്. ആണോ ഹരി? ഓക്കെ ഹരി. ജോയ് ഏട്ടാ ഗുഡ് നൈറ്റ്. എവിടെ JP ഏട്ടനെ കാണുന്നില്ല, രവി ഏട്ടനെ കാണുന്നില്ല, സുരേഷ് ഏട്ടനെ കാണുന്നില്ല, നാസർ ഏട്ടനെ കാണുന്നില്ല. എല്ലാവരും അവിടെ പോയി ഉറങ്ങിയോ? അനിൽകുമാർ ഗുഡ് നൈറ്റ്. പാണ്ഡ്യൻ ഗുഡ് നൈറ്റ്. RC രാജ് ഇമോജ് എന്താ പറയണ? ഇമോജ് ശരി എന്താ പറയുന്നത്? പാണ്ഡ്യൻ ഗുഡ് നൈറ്റ്. ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. ആണോ സുരേഷേട്ടാ? പാണ്ഡ്യൻ ഭക്ഷണം കഴിച്ചേട്ടാ? എനിക്ക് കുറെ കാര്യങ്ങൾ പറയാനുള്ളത്. എല്ലാം ഒന്ന് വിളിക്കില്ലേ? വിളിക്കാട്ടാ, ഞാൻ വിളിക്കാട്ടോ. സതീഷ് ഏട്ടാ ഗുഡ് നൈറ്റ്. ഹലോ. രാജ് സോങ്. രാജിന് മെസ്സേജ് വരമാട്ടേക്കാണ്. മോശം മെസ്സേജ് വരുന്നുണ്ടല്ലോ കുട്ടിയെ. സുജിത്തേട്ടാ ഞാൻ കണ്ടില്ല ഏട്ടാ. നരേഷ് ഗുഡ് നൈറ്റ്. ജയേട്ടൻ ഇപ്പോ മെസ്സേജ് ചെയ്തുകൊണ്ടാണ് കണ്ടത്. ബ്ലോക്ക് ചെയ്തിട്ടോ. അനിൽകുമാർ ഹെയർ സ്റ്റൈൽ സൂപ്പർ. താങ്ക് യു അനി. ലുക്കിംഗ് ഗുഡ് ഡിയർ. താങ്ക് യു. ഇത് നല്ല കാറ്റുണ്ട്, പക്ഷെ എന്റെ മൂക്ക് അടഞ്ഞു വരില്ലൂ കേട്ടാ. മൊത്തത്തിൽ അടഞ്ഞു. ഇപ്പൊ മൂക്കോണ്ട വർത്തമാനം പറയരുത്.
മകേഷ് കുമാർ ലുക്കിംഗ് ഗുഡ് ഡിയർ. ഗുഡ് ഗുഡ് ഗുഡ്. ഇത് ഞാനില്ലേ സത്യം പറയാലോ, പച്ചവെള്ളമൊക്കെ കുടിച്ചു, നന്നായിട്ട് പച്ചവെള്ളമൊക്കെ കുടിച്ചു. എന്താ ചെയ്യാ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ലേ, ചൂടുവെള്ളം കുടിച്ച് എനിക്ക് വയ്യ, ദാഹം നിക്കത്തെ പോലെ ഉണ്ട്. അപ്പൊ ഞാനൊരു ഒന്ന നിറയെ വെള്ളം കുടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ അനുഭവിച്ചതല്ല തീരണം. ഫീലിംഗ് സ്ലീപ്പിംഗ്. ആണോ രാജ്? ഉറങ്ങാൻ പോവാണോ? ഉറങ്ങരുത് കേട്ടോ. എവിടെ ഇരുന്നാ മനസ്സ് ഇപ്പടി മാറി പോകരുത്. കൺകളിൽ എല്ലാം കാന്തം ഇരിക്കറാണ്. എന്താ പറയണിപ്പോ? കവിതയാണ് കേട്ടാ ഷിബു ഏട്ടാ. കവിതയെ തെരിയുമാ വീര വീര. ഹായടാ. അച്ചൂസ് എവിടെ? കാണുന്നില്ല അച്ചൂസ്. നിങ്ങൾക്ക് മാത്രം എങ്കിലും കാണുന്നു. ബെസ്റ്റ് ബ്യൂട്ടിഫുൾ ശിവകുമാർ. പാട്ടേ അടിപൊളിയായിരുന്നു അച്ചൂസിന്റെ, വേറെ ലെവല്. ഞാൻ ഏട്ടനെ കൂടെ കേൾപ്പിച്ചു കൊടുത്തു, നന്നായി പാടുന്നത് പറഞ്ഞു. ഞാൻ വെള്ളം തിളപ്പിക്കാറില്ല. അതെന്താ വെള്ളം തിളപ്പിക്കാതെ? ഞാന് വെള്ളം തിളപ്പിക്കാറില്ല. അതെന്താ ഏട്ടാ അങ്ങനെ പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. റോസാപ്പൂ ചില്ല റോസാപ്പൂ ഉൻ പേര് சொல்லும் റോസാപ്പൂ കാറ്റിലാടും തുണയാ. തെറ്റിപ്പാടിയ ക്ഷമിക്കണം തമിഴ് ഫ്രണ്ട്സ്. See, I don't understand. മലയാളം still live funny. ദേവോബിയുടെ ചിരിക്കുന്നു. അച്ചൂസ് ഭക്ഷണം കഴിച്ചാ? അച്ചൂസേ ഇതെന്താണ് സ്പെഷ്യൽ? എന്താണ്? വിഷ്ണു സൂപ്പറാ. പാട്ട് നന്നായിട്ട് കേട്ടു അച്ചൂസേ. പാട്ട് അടിപൊളി, നന്നായി പാടുന്നുണ്ട്. കഴിവുണ്ട്, പാട്ട് പാടാനുള്ള കഴിവുണ്ട്. നല്ല ലൈറ്റ് ഡ്യൂട്ടിയാണ്. അതല്ലേ സുജിതേട്ടാ? എല്ലാം ബ്ലോക്ക് പണ്ണാല് ഇവനെ ബ്ലോക്ക് പണ്ണ. ഓക്കെ. സൂര്യകിരീടം FB ഫ്രണ്ട് കണ്ട വാച്ചിങ് കാണിക്കും ചേട്ടാ. ഹായ് ജെറിൻ. രാജശേഖർ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഞാന് ഷാജിക്ക് ഇന്ന് രാവിലെ ഉച്ചക്ക് ഇതേ ഇപ്പോൾ മെസ്സേജ് സ്പീഡിൽ പോകുന്നത്. രമേശ് ഏട്ടാ പറയണ്ട. രമേശ് ഓരോ പോലെ ലൈവിൽ ആരാ പുതിയതായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടു. എന്നെ ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല. ആദ്യം എങ്ങനെ ഒന്നും ആയിരുന്നില്ല. അതെല്ലേ, ഞാൻ പരിചയപ്പെടുത്തി ആദ്യം അങ്ങനെ എല്ലാവരും മെമ്പർഷിപ്പ് ചേർക്കാൻ എന്നോടായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അതൊക്കെ മറന്നു അല്ലേ? അങ്ങനെയൊന്നുമില്ല. ജയേട്ടന്റെ ഫ്രണ്ടാണ് അച്ചൂസ് വന്നിട്ട് എന്താണ് പരിചയപ്പെടുത്തില്ല അല്ലേ? ജയേട്ടൻ ഒന്ന് പരിചയപ്പെടുത്തിയേട്ടാ പ്ലീസ് ഏട്ടാ. എല്ലാവർക്കും ഉണ്ട് ആ കുഴപ്പം. പാലക്കാട് കൊട്ടയക്കാടാണ്. വേണ്ട. എന്താ പറഞ്ഞത്? തിരിഞ്ചു മഞ്ഞിൽ മായും സായകാലം നെഞ്ചിൽ കൊച്ചു. പാട്ടറിയില്ല. ഹായ് ജെറിലേട്ടാ. வாங்க சொன்னது
அவங்க சொன்னது அவங்க கமாண்ட் நீங்க பார்க்கலன்னு சொல்றாங்கப்பா, ரெஸ்பான்ஸ் பண்ணலப்பா. ഓക്കെ ഓക്കെ കണ്ടിപ്പാ. ഗുഡ് നൈറ്റ്. ഉറക്കം വരുന്നില്ല. ഇല്ല കേട്ടാ, ഉറക്കം വരില്ല. ഇപ്പൊ തന്നെ ഭക്ഷണം കഴിച്ചത് വന്നതാ. പല്ലക്കല സജ്ജ താരേ പല്ലക്കലേ പറയട്ടെ പറ. എന്തത് ചേച്ചിയുടെ അടുത്ത് മിണ്ടില്ല. ചേച്ചി ഉറക്കം വരൂട്ടാ. ചേച്ചിക്ക് മിണ്ടാതിരുന്ന ഉറക്കം വരും. റെസ്പോൺസ് പള്ളുന്ന ലളിതാ. ഓക്കെ ഓക്കെ പള്ളിയ. ഷിബുട്ട എന്താ ഭക്ഷണം കഴിച്ചത് പറയും. റീൽസ് ഒന്നും ഇത് കണ്ടില്ല ഷിബുട്ടല്ലേ. നെയിം ഓഫ് ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ബഷീരട്ടാ. ഓക്കെ ഹായ് അല്ല. ഹായ് ചെറുകേട്ടാ, ഞാൻ കണ്ടിരുന്നു. ഹായ് ഞാൻ പറഞ്ഞു കേട്ടില്ല. ഭക്ഷണം കഴിച്ചേട്ടാ, സുഖല്ലേ? എന്താണ് വൈകിയത് ലൈവിൽ വരാൻ? അരവിന്ദ് ഹായ് ഗുഡ് നൈറ്റ്. ഞാനാണ് ഷാജിനാണ്, കൊല്ലം ജില്ല. ഞാൻ എന്നും വരും. എല്ലാ കൂട്ടുകാർക്കും ഗുഡ് നൈറ്റ് പറയില്ലേ ഷാജി ഏട്ടാ? ഓക്കെ ഏട്ടാ, സൂപ്പർ ഏട്ടാ. ഷാജി ഏട്ടാ എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറയൂ. ലൈറ്റ് ആരാ എന്താ പറയുന്നത്? രാജ്. ഞാൻ കഴിച്ചില്ല. ജാബിർ ഗുഡ് നൈറ്റ്. ഇത് എപ്പോഴാണ് കഴിക്കുന്നത്? 12 മണിക്കാ? ഞാൻ ഫുഡ് കഴിക്കുക, അതാണ് മിണ്ടാതിരിക്കുന്നത്. എന്താണ് കഴിക്കുന്നത്? സ്പെഷ്യൽ എന്താണ്? ചേച്ചിക്ക് കൂടെ തരുവോ ഏട്ടാ? ചോറാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഒരു പ്ലേറ്റ് എടുത്തോളൂ. ഓഹോ ഉറങ്ങിയില്ലേ? ഇല്ലില്ല, ഉറങ്ങിയില്ലല്ലോ. ഉറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. വരാൻ വൈകി അതുകൊണ്ട് വരാൻ വൈകി. ലേറ്റ് ടൈം RC രാജ്. ഓക്കെ. ടുഡേ സാരി റീൽസ് ആർ സൂപ്പർ. താങ്ക് യു രാജ്. ഫുഡ് കഴിച്ചു. വൈകിയത് ക്രിക്കറ്റ് കളി കാണുകയാണ്. ഇവിടെ TV ഇല്ല കേട്ടോ. ക്രിക്കറ്റ് ഒന്ന് ഭയങ്കരമായിട്ട് നാളെ തന്നെ ഒരു സെക്കൻഡ് TV വാങ്ങി വെക്കുന്നതായിരിക്കും. ഗൗരി ശങ്കർ ഗുഡ് നൈറ്റ്. കാരണം ക്രിക്കറ്റ് കളി കാണാതെ എങ്ങനെയാണ് പോലല്ലേ. മണി വേറെ ഭയങ്കര ദേഷ്യത്തിലാണ്. TV ഇല്ല, ക്രിക്കറ്റ് കാണാൻ പറ്റുന്നില്ല. ഞാൻ ട്യൂഷൻ ക്ലാസ് തന്നെ ഇരിക്കുകയാണ്, അവ ക്രിക്കറ്റ് കാണുന്നുണ്ട് പറഞ്ഞിട്ട്. അല്ലമ്മോ, നമുക്ക് പാർട്ണർഷിപ്പ് ഒരു മെമ്പർ ലോട്ടറി എടുക്കാല്ലേ? ഈ മാസം 27-ാം തീയതി നറുക്കെടുപ്പ്. പകുതി പൈസ ഗൂഗിൾ പേ ചെയ്തു തന്നാൽ മതി. ലോട്ടറിയുടെ നമ്പർ ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. എടുക്കേട്ടാ. എത്ര രൂപയാണ് ലോട്ടറി? ഹായ്, ഞാൻ വന്നു. ഏട്ടാ പറയേട്ടാ എത്ര പൈസയാണെന്ന് പറയും, നമുക്ക് എടുക്കാം. ഖലീഫേട്ടാ സുഖല്ലേ? ഭക്ഷണം കഴിച്ചേട്ടാ? என்ன சொல்லுங்க ப்ரோ. என்ன செக்யூர் சொல்லுங்க ப்ரோ. பிங்க் சாரி will look more beautiful. பிங்க் சாரி இல்லையே ராஜ். லைட் ட்ரெஸ் சூப்பர். பிங்க் இருக்குது லைட் பிங்க். യെസ്. രാജേഷ്, ഞാനൊരു ബീഫ് കറി തരട്ടെ, കഴിക്കണം കേട്ടോ. രാജേഷ് ഏട്ടാ, ചേച്ചിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ കഴിക്കില്ല. ഇപ്പോൾ എൻ്റെ ടീമിന്റെ കളി നടക്കുവാണ്, ചെന്നൈ സൂപ്പർ കിങ്സ്.
ഓക്കെ ഓക്കെ. അപ്പൊ കളി ചേട്ടാ. ഭക്ഷണം കഴിച്ചോ? കുറച്ച് തിരക്കുണ്ടായിരുന്നു. ആണോ അല്ലേ ഖലീഫട്ടാ? ഞാൻ കഴിച്ചു. ഏട്ടാ എന്താണ് കഴിക്കാൻ? സതീഷ് കുമാർ ഗുഡ് നൈറ്റ് സ്വീറ്റ് ഡ്രീംസ്. ഓക്കെ. സുകുമാർ ലവ് യു ഡിയർ. എറണാകുളത്തു നിന്ന് 32 ഇഞ്ച് ടിവിക്ക് എത്ര രൂപ? 4000 രൂപ മാത്രം. ആണോ? കുഴപ്പമില്ലല്ലോ ഏട്ടാ. അത് നോക്കിയേട്ടാ. OLX എന്തെങ്കിലും TV ഉണ്ടെങ്കിൽ ആരെങ്കിലും ലൈവിൽ എത്ര പേരുണ്ട് ഫ്രണ്ട്സ് പറയും. എനിക്കൊരു സെക്കൻഡ് ഹാൻഡ് TV വേണം. 1000-ൽ നിന്ന് ഒരു 2000 രൂപ വരെ ആകാം ടിവിന്റെ വില. കിട്ടുവോ TV? സെക്കൻഡ് ഹാൻഡ് TV നാളെ തന്നെ വേണം. നാളെ പറഞ്ഞു തരാം. ഓക്കെ. സൂപ്പർ നൈറ്റ് ഡ്രസ്. സൂപ്പർ ഗുഡ് ലൈറ്റ് സ്വീറ്റ് റേറ്റ്സ്. വാങ്ങിയാലോ? അതല്ലേ 32 ഇഞ്ച് അല്ലേ? ഹായ് ഹാപ്പി ലൈറ്റ്. എനിക്ക് വേണം. 1000-ൽ നിന്ന് 2000 രൂപ വരയ്ക്ക് മതി TV. അത്ര ചെറുത് മതി. വാങ്ങുമ്പോ പിന്നെ വല്ല വാങ്ങിക്കാലോ. അതുവരെക്ക് ഈ കുഞ്ഞു TVയിൽ കാണാം. എല്ലാ മക്കള് ബോള് തട്ടിയാലും കേട് വെച്ച് എന്റെ TVയില്. പാനസോണിക് ആയിരുന്നു TV. ഡിസ്പ്ലേ അല്ല, ഡിസ്പ്ലേ സോറി ഡിസ്പ്ലേ പൊട്ടി. 2 കുട്ടിയാണ് കളി കാണുകയും ലൈവ് കാണുകയും. 2 കൂടെയാണ് കളി കാണുകയും ലൈവ് കാണുകയും. ഓക്കെ ഓക്കെ ഓക്കെ. ചൂടുവെള്ളം തന്നെ കുടിക്കണം കേട്ടോ. തണുത്ത വെള്ളം കുടിച്ചപ്പോ ജലദോഷം മാറിയില്ല കുട്ടി. അതേട്ടാ പിടിച്ചു. നല്ല നല്ല ജലദോഷം പിടിച്ചിട്ടുണ്ട്. ആവി പിടിക്കണം. ന്യൂ TV ഇല്ല. സെക്കൻഡ് TV OLX പോയി നോക്കണം. ഫ്രീ ആയിട്ട് തരാം. ശശികുമാർ ഏട്ടൻ. ഫ്രീ ആയിട്ട് തരാതോ? എവിടെയാണ് വീട് ഏട്ടാ? ഫ്രീ ആയിട്ടൊന്നും വേണ്ട. എന്തെങ്കിലും അത്യാവശ്യം. ഏട്ടനും നഷ്ടം ഉണ്ടാകാൻ പാടില്ല, എനിക്ക് നഷ്ടം ഉണ്ടാകാൻ പാടില്ല. 2 പേർക്കും അഡ്ജസ്റ്റ് ചെയ്തിട്ട്. അതിൽ കുട്ടി ഗുഡ് ലൈറ്റ്. എന്റെ ഗുഡ് ലൈറ്റ് കൂട്ടുകാരെ അറിയിച്ചതിന് നന്ദി. ഓക്കെ ഓക്കെ ഷാജി ഏട്ടാ. ജെറിൻ ബ്രോ. അഞ്ചു ലെവലില്. അതെ. പഴയ മോഡൽ TV മതിയോ? എന്നാൽ ഒന്ന് 1500 രൂപ തരാം. പഴയ മോഡൽ എന്ന് വെച്ചാൽ കളർ TV ആണോ ഏട്ടാ? ഗുഡ് നൈറ്റ്. ഗൗരി ശങ്കർ ഗുഡ് നൈറ്റ്. ഏതാണ് നിങ്ങളുടെ കണ്ണുകൾ? കേരളം തമിഴ്നാട്? ഞാൻ കേരളമാണ്. തെരിയാതു മളി. എന്താ പരിപാടി? സുന്ദരിയാണല്ലോ. താങ്ക് യു മഹേഷ് ഏട്ടാ. സുകുമാർ ആർ യു മാരീഡ് ഡിയർ? യെസ്. അപ്പൊ പറയും ടിവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയും. എന്നത് ആരും വീട്ടിൽ TV ഇല്ലേ? പഴയ TV ഒന്നുമില്ല. എല്ലാരും വലിയ TV വെക്കുമ്പോ ചെറിയ TV ഒക്കെ ഉണ്ടാവില്ലേ? അതൊരു ചെറിയ തോതിൽ വിറ്റ് എനിക്ക് തരുക ഒരു TV. നാളേക്ക് തന്നെ വേണേ. എന്റെ മകൻ ഇരുന്ന് കരയുന്നു. സ്കൂളിൽ പോവില്ലതാ പറയണത്. സാംസങ് പാനസോണിക് TV ഉണ്ടോ രാജ്? ഉണ്ടെങ്കിൽ തരൂ മാഡം. എക്സലന്റ് പറയുന്നല്ലോ. TV കാണാം. വീട്ടില് TV ഇല്ലാതെ ക്രിക്കറ്റ് കളിയിലെ ആൾക്കാരാണ് ഇവിടെ മൊത്തം. ഞാൻ ഉറങ്ങി. പറ്റില്ല സാധനേട്ടാ. ഇരുന്നോളെ അനിത. TV വാങ്ങി തരാൻ സൊല്ലല്ലപ്പാ. വാങ്ങി തരാൻ സൊല്ല. ക്രിക്കറ്റ് കാണുന്നത് അതാണ് കളി. എല്ലാം சொல்றது தெரியல. கிரிக்கெட் பார்க்கணும். அதப்போ மலிக்கி நம்ம பெரிய பையன் இருக்கு இல்லைங்களா, அவனுக்கு தான் அவன் ரொம்ப சங்கடப்படுறாங்க. குட் நைட். ഒരു TV വാങ്ങുമോ? ഇൻസ്റ്റാൾമെന്റ് അല്ലേ? മാസം ആര് കിട്ടും? അത് പറയും. അതും കൂടെ എനിക്ക് പറഞ്ഞു തരും. മാസം എത്ര രൂപ വരും? അത് ആര് കിട്ടും കേട്ടോ? അപ്ലേ തമിഴ്. കോട്ടയമാണ്. TV ഒന്ന് ഫ്രീ ആയിട്ട് തരാം. സന്തോഷ്.
കൊറിയർ ഫ്രീ കൊടുക്കുമോ? ഫീസ് കൊടുക്കുമോ? കൊറിയർ ഫീസ് എത്രയാവും സന്തോഷ്? കൊടുക്കാം. ഐ വിൽ ട്രൈ സൺഡേ. ഞാൻ പിന്നെയും വന്നു. സുജിത്തേട്ട പറയട്ടാ. ഓക്കെ. ശശികുമാർ ഉറക്കമല്ല. ഇല്ല, ഇംഗ്ലീഷ്. സുകുമാർ ഹായ് സുജിത്തേട്ടൻ. ഹായ് സുജിത്തേട്ടൻ്റെ അടുത്ത് ജലനേട്ടൻ ഹായ് പറയുന്നു. മാസം ഞാൻ കെട്ടാം. ഓ വീഡിയോ കേട്ടാ, വെറുതെ കെട്ടും. അല്ല അതല്ലേ പറഞ്ഞത്. എല്ലാവർക്കും എല്ലാവരുടെയും ബുദ്ധിമുട്ടല്ലേ. ടി വി അല്ലേ ഇവിടെ, നമുക്ക് ഇവിടെ അതൊന്നും വാങ്ങിക്കാതെ. എൻ്റെ വീട്ടിൽ ടി വി ഇല്ല അലിക്കുട്ടി. ഇല്ല അല്ലേ ശിബോട്ടാ? നന്നായി കേട്ടാ. എനിക്ക് വേണ്ട ടി വി. കുട്ടിക്ക് എന്താ ചെയ്യാ? അഡ്രസ് അയച്ചു തരാം ശശികുമാരേട്ടാ. ഓക്കെ ഏട്ടാ. കളർ ടി വി നല്ലതാണ്. ചുമരിൽ കളർ ടി വി നല്ലതാണ്. ചുമരിൽ വെക്കാൻ പറ്റുമോ ഏട്ടാ? രാധേട്ട എന്താ പറയണ? ചുമരിൽ വെക്കുന്നതല്ല, ടേബിളിന്റെ മേലെ വെക്കേണ്ടി വരും. ആ പെട്ടി മാതിരി. ഓക്കേട്ടാ. എന്റെ കയ്യിലുണ്ട്, പക്ഷെ അതുമായി അവിടെ വരുന്ന പൈസ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങാൻ. കൊല്ലത്ത് നിന്ന് വരണ്ട്. ഷാജിയുടെ കൊല്ലത്ത് നിന്ന്. അപ്പൊ പിന്നെ നോക്കൂല. അതെ ഇപ്പൊ ആരും കൊറിയർ അയക്കാൻ പറഞ്ഞില്ല. ടി വി ഒക്കെ കൊറിയർ അയച്ച പൊട്ടിപ്പോവുക കേട്ടാ. അവരതൊന്നും നോക്കില്ല, ശ്രദ്ധിക്കില്ല. എന്തായാലും കിട്ടി പോയാ പോയി. അങ്ങനെ ആയിരിക്കും ടി വി. ഹായ് ജെറിൻ ബ്രോ. ആണോ വേണ്ടത്? ശശികുമാരേട്ടാ അങ്ങനെയൊന്നും ഇല്ല ഏട്ടാ. ഏട്ടാ പറഞ്ഞു തന്നെ സന്തോഷം. കൊറിയറിൽ അയച്ചാല് ആ ടി വി നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ കിട്ടില്ല. കാരണം കൊറിയറല്ലേ, അത് സൂക്ഷിച്ചിട്ടൊന്നും കൊണ്ടുവരില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. നമുക്കല്ല, നമ്മളുടെ റിലേറ്റീവ്സിനൊക്കെ. അതുകൊണ്ട് കൊറിയറിലൊന്നും ടി വി നടക്കില്ല. തനിക്ക് IPL ഏത് ടീമാണ് ഇഷ്ടം? മണിക്കുന്നല്ല വായിച്ചത്. അതെ അറിയില്ല കേട്ടാ. അവനടുത്തൊക്കെ ചോദിക്കണം. അവൻ ഉറങ്ങി. ഗുഡ് നൈറ്റ്. ഇപ്പൊ എല്ലാം ആൻഡ്രോയിഡ് ടി വി. അതെ നോക്കാം, കാര്യമില്ല. ടോക്കിംഗ് അബൌട്ട് ലൂ ടി വി. യെസ് രാജ്. ലൂ ടി വി ഇല്ല, സെക്കൻഡ് ഹാൻഡ് ടി വി. സെക്കൻഡ് ഹാൻഡ്. ഫുഡ് കഴിച്ചോ? എല്ലാണോ? ഫുഡ് കഴിച്ചു. കുത്തതേ. അയ്യോ കടവുളെ മുരുക. പനി വീണ്ടും വന്നു. പനിയല്ല, ജലദോഷം. കാരണം പച്ചവെള്ളം കുടിച്ചു. നടക്കൂല, ഭയങ്കര കറുപ്പ് വെളുപ്പ്. ശിവോട്ട് എന്താണ്ടാ ചോദിക്കുന്നത്? കറുപ്പും വെളുപ്പും വേണോ അതോ വർണ്ണങ്ങളുള്ളത് വേണോ ടി വി? ആരാണ് കേട്ടോ ഇപ്പൊ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ഉണ്ടാക്കണം പറയും. എസ് ബ്രോ. ഗുഡ് ലുക്ക്. വിശ്വനാഥൻ. സെക്കൻഡ് ഹാൻഡ് ടി വി. TVR ഗേറ്റ് 2000 പേർ. അല്ല ടി വി ഉണ്ട് ഇവിടെ. 19,000 രൂപ കൊടുത്ത് ടി വി വാങ്ങിച്ചാണ് പാനാസോണിക്കിന്റെ. എന്റെ മക്കളുണ്ടല്ലോ, ബോള് കളിച്ച് അതിന്റെ ഡിസ്പ്ലേ ഇതാക്കി. ഡിസ്പ്ലേ നേരെ 7,000 രൂപ വേണമെന്ന് പറഞ്ഞു. എന്നെ ചോദിച്ചു. അപ്പൊ ചോദിച്ചപ്പോ 7,000 റുപ്പീസ്. അതിനെക്കാട്ടി നല്ലത് വേറൊരു ടി വി വാങ്ങിക്കണം നല്ലത്. 32 ഇഞ്ചോ. കറുപ്പ് വേണ്ട, വെളുപ്പ് വേണം. ഗുഡ് ലുക്ക്. അല്ലെങ്കിൽ കുട്ടികൾക്കും നേരെ തലവില് പോരെ. ഇവിടെ എല്ലാം ഉണ്ട്. എന്റെ പാർവതി ചേച്ചിയുടെ വിഷമങ്ങളും മാറും. അതെല്ലേ എന്റെ പാട്ടക്കടി ഓടാതിരുന്നാ മതി. മലിമാര് അനിതയ്ക്ക് ഒരു ടി വി വേണു മളി. എനിക്ക് വാങ്ങിത്തരാൻ പറഞ്ഞു മളി. கொஞ்சம் ടൈം എടുക്കും. അതുവരയ്ക്കും നമുക്കൊരു ടി വി വേണമില്ലേ മളി? അതുക്കാക. എന്താണ് ജയേട്ടൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞോ? ജയേട്ടൻ എന്താണ് കഴിക്കുന്നത് പറഞ്ഞപ്പോഴേക്ക് ഞാന് വെള്ളമൊന്നും ഇറക്കൊന്നുമില്ല. ഫുള്ളായിട്ട് ഭക്ഷണം കഴിച്ചിട്ടാണ് ഇരിക്കുന്നത് ചേച്ചി.
രസം. ഞാൻ പറഞ്ഞു തരാം, ഇജ് അവിടെ വരെ പോയാൽ മതി. ആണോ? എവിടെയാണ് കേട്ടോ സ്ഥലം? ഞാൻ പോയിക്കോളാട്ടാ. എവിടെയാണ് സ്ഥലം പറയേട്ടാ? കഴുത്ത് കരയുന്നു. അല്ല, കഴുത്തൊക്കെ വേണമെങ്കിലും. ഓലപ്പാ, ഗുരുവായൂരപ്പാ. നല്ല ഡ്രസ്സ്. താങ്ക് യു കമലേട്ടാ. ഭക്ഷണം കഴിച്ചേട്ടാ? സുഖമല്ലേ? എന്താണെന്ന് വൈകിയത്? ഞാൻ പോവാണ്. കഴുത്തൊക്കെ വേദനിക്കുന്നുണ്ടോ? ഉറക്കം വരുന്നോന്നൊരു സംശയം ഇല്ലാതില്ല. പാടാൻ കഴിയുന്നില്ല കേട്ടോ, നല്ല മൂക്കടച്ചു പോയി. അതുകൊണ്ട് പാട്ട് ഇല്ല. ഹായ് ജയേട്ടാ. ഇജ്ജ് അവിടെ വരെ പോയാൽ മതി. അമ്മ ഓർഡർ ചെയ്താൽ ഡയറക്റ്റ് അതിലേക്ക് വീട്ടിൽ കിട്ടില്ലേ? കിട്ടില്ല കേട്ടാ. அந்த நியூ டிவி வரும், சொல்லுங்க. இந்த സൺഡേ വാങ്ങി തരാൻ. ഓ അയ്യോ, കാല് ധരിക്കണം. ഗുരുവായൂരപ്പനാണോ കൂടുതൽ ഇഷ്ടം? അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. പാട്ട് എഴുതി വിട്ടിട്ടില്ലായിരുന്നേ, ആ പാട്ട് അങ്ങനെ മനസ്സിൽ വന്നു. ഗുരുവായൂരപ്പ പാട്ട്. ജയഗോപി ചേട്ടാ, പുതിയ ഫ്രണ്ടിനെ എനിക്ക് പരിചയപ്പെടുത്തിയില്ല. ആ ജയഗോപി ചേട്ടാ, ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കി ചേച്ചിനെ, അച്ചൂസിനെ പരിചയപ്പെടുത്തി കൊടുക്കി. പരിചയപ്പെടുത്തി കൊടുക്കോ? അയ്യോ, കാല് ധരിച്ചുട്ടാ. താഴെ മൊത്തം വെള്ളം. ഇന്നിവിടെ ഈവനിങ് അടിച്ചു വിട്ടില്ല. ഹോട്ട് ഗ്രീറ്റിംഗ് ഹോട്ട്. മക്കളൊരു മകനാണോ? എത്ര വയസ്സായി? LKG ആണോ? ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? മക്കള് 3 കുട്ടികളാണ് കേട്ടാ. ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു. ഓക്കെ മളി, കണ്ടിപ്പോ വേണു. ഹലോ മൈ ഡിയർ ഫ്രണ്ട്. ഓ, ഞാൻ കഴിച്ചത് റോസ്റ്റ് ചപ്പാത്തി 1 ഗ്ലാസ് പാല്. ആണോ? ശരി ഓക്കെ. ചപ്പാത്തി ഇല്ല ഇവിടെ, പാലുണ്ട്. ഇപ്പൊ പാല് കുടിച്ചോ? ഓ, പാല് കുടിച്ചു. കളിയാക്കലല്ല. അച്ചു അല്ല, അഞ്ചു ആണ്. ഞാൻ അച്ചു എന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞു, പെർമിഷൻ ചോദിച്ചിരുന്നു. മൗനം സമ്മതം. അച്ചു എന്ന് വിളിക്കാം. എല്ലാരും അഞ്ചു എന്ന് വിളിക്കും, ഞാൻ അച്ചു എന്ന് വിളിക്കട്ടെ. അനു നേരത്തെ എത്തിയോ? ഞാനും നേരത്തെ ഒന്നുമില്ല കേട്ടോ, 10:30 10:15 ആയി വരെ. നേരത്തെ ഒന്നുമില്ല. പനി പിടിച്ചു. അച്ചൂസെ നന്നാവാൻ തീരുമാനിച്ചു. വെരി ഗുഡ്. നാളത്തെ ലൈവിൽ മക്കളെ കാണിക്കണം കേട്ടോ. ഓക്കെ ഏട്ടാ. മക്കളാ ഒന്നും പറയണ്ട, ഇതിന് മുന്നിലെ ലൈവ് കണ്ടു നോക്കണം. കണ്ടിപ്പാ ജരും ബ്രോ. സൺഡേ ആനവയ്ക്കൂ കൺഫേം TV. ഓക്കെ. പാല് കുടിക്കൂ. പാല് കുടിച്ച ജലദോഷം കൂടും കേട്ടാ. ഇപ്പൊ നമ്മൾക്ക് സുഖമില്ലല്ലോ. പോയി കോമഡി പറയാതെ ഇല്ല. ചേട്ടൻ ഒരു തീരുമാനം എടുത്താൽ പിന്നെ തീരുമാനത്തിൽ മാറില്ല. അങ്ങനെയാണ്. അതുകൊണ്ട് നന്നായി തീരുമാനിച്ചിരിക്കുകയാണ്. പാല് കുടിച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ടിരിക്കാൻ പോകുന്നു. ഞാനേ ഹെൽത്തി ഫുഡൊക്കെ ഉണ്ടാക്കാട്ടോള്. എന്തൊക്കെ അറിയോ? ഈ നട്ട്സ്, പിന്നെ ഈ ധാന്യങ്ങള് എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു 42 വക ചേർത്ത് എല്ലാം റോസ്റ്റ് ചെയ്ത് പൊടിച്ചിട്ട് രാവിലെ അത് ഒരു കരണ്ടിലിട്ടിട്ട് കുറുക്കിയിട്ട് ഒരു ഗ്ലാസ് കുടിക്കുക. നല്ല എനർജിയാണ്, നല്ല സൂപ്പറാണ്. രാവിലെ അത് കഴിച്ചാൽ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. നല്ല ഇതുണ്ടാവും. ഒരു 10,000 രൂപ ചെലവാകും എല്ലാ സാധനവും വാങ്ങാൻ. ആദ്യം ഞാനത് ചെയ്തിരുന്നു, ഇപ്പോഴിനി അത് ചെയ്യണം. 10,000 രൂപ ചെലവാക്കിയാൽ നമുക്കൊരു 12-13 കിലോ കിട്ടും. എല്ലാ ഫ്രണ്ട്സിനും ഓരോരോ കിലോ ഞാൻ അയച്ചുതരാം കൊറിയറിൽ.
പോരെ? ഒട്ടകത്തിന്റെ പാലാണോ കുടിച്ചത് എന്നാ ചോദിക്കുന്നത്. കർക്കിടകക്കഞ്ഞി. ജഗോബി ഏട്ടാ എല്ലാം മറന്നോ? എല്ലാം മറന്നോ? പറഞ്ഞു ഒരു മറുപടിയും ഇല്ല. മറുപടി പറഞ്ഞു കൊടുക്കേട്ടാ. നേരത്തെ കപിൽ പിജയോട് ഭക്ഷണം കഴിച്ചേട്ടാ. അച്ചൂസ് പാല് കുടിച്ചാൽ അരുതക്കുട്ടിയെ പോലെ വെളുക്കാൻ വേണ്ടിയാടാ. ആരെ പറഞ്ഞു ഞാൻ വെളുത്തിട്ടുണ്ടെന്ന്? കറുത്തിട്ടാണ് ഏട്ടാ. നാളത്തെ ലൈവിൽ മക്കളെ കാണിക്കൂട്ടോ. ഓക്കെ ഏട്ടാ, ഡൺ. ഓക്കെ, കാണിക്കാം ഞാൻ. പേരൊന്ന് മലയാളത്തിൽ എഴുതി വിടി ഏട്ടാ, ഞാൻ ഒന്ന് വായിക്കട്ടെ. ഹൗ ക്യാൻ ഐ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് പ്ലീസ്? ശരി, ഓക്കെ. ഇംഗ്ലീഷ് അറിയണ്ടേ? പുതിയ ആള് എവിടുത്തെ കാര്യമാണ്? നിങ്ങള് അല്ല ചെറിയത് പശുവിൻ പാല്. അതായത് TV கன்ஃபார்ம் பண்ணுதுப்பா. சண்டே சென்னையில் ஆர்டர் பண்ணுங்க. ട്യൂസ്ഡേ കിട്ടും. അതേതാ വീട്ടില് ശരി ബ്രോ. ആണോ? ശരി, എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ. എനിക്കൊരു TV വേണം. ശരി. അല്ല ചെറിയ പശുവിൻ പാല്. ഞാനിവിടെ പശുവിൻ്റെ പാലാണ്. ഇവിടെയൊക്കെ ഞങ്ങൾക്ക് പശുവും പാലാണ് ഇഷ്ടമുള്ളത്. അവിടെ ആ വണ്ടി ഇങ്ങോട്ട് കയറും വിചാരിച്ചു. ഞാൻ പേടിച്ചു പോയിട്ടോ. ഈ രാധേട്ടൻ പാലക്കാട് തനൂരാണ് രാധേട്ടന് 3 ആൺകുട്ടികളാണ്. 2 ആൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. ഇനി ഒരു ആൺകുട്ടി ഉണ്ട്. പിന്നെ ചേച്ചി പാർവതി ചേച്ചിയുടെ പേര് പാർവതി എന്നാണ്. എനിക്ക് ആൺകുട്ടികളുടെ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. തനൂരിലാണ് വീട്. ഏട്ടൻ എവിടെയും പോകുന്നില്ല. ചെറിയൊരു ആക്സിഡന്റ് നടന്നത് കൊണ്ട് ചേച്ചിക്ക് കുറച്ച് സുഖമൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ വെളിയിലൊന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെയാണ്. രാധേട്ടനെ കുറിച്ചാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തല്. അച്ചൂസിനെ എത്രയല്ലേ. சொல்லி கூப்பிடுறதோ நீ காவலுக்கும் வெட்டவில்லையா? മൂക്കുമല്ലാതെ അടച്ചു പോയി. വിക്സ് വെച്ച മാറോ? ഈ മൂക്കടപ്പിൽ ഇപ്പൊ എന്താ ചെയ്യാ? പെട്ടെന്ന് അടച്ചു പോയി. ഷോ വല്ലാത്ത. ഇനി എന്നെ കുറിച്ച് ചേച്ചി അല്ല അച്ചുവിനെ കുറിച്ച് പറയാൻ എല്ലാം ആർക്കും പരിചയപ്പെടുത്തണ്ടായിരുന്നേ. അയ്യോ, അങ്ങനെ അതല്ല. രാധേട്ടൻ പരിചയപ്പെടുത്താൻ പറഞ്ഞപ്പോ ഞാൻ പരിചയപ്പെടുത്തി കൊടുത്താണ് കേട്ടാ. അതിന് ദേഷ്യത് വരണ്ട സാജനേട്ടന്. സാജനേട്ടൻ ഞാൻ പരിചയപ്പെടുത്തരാം. സാജനേട്ടന് മലപ്പുറമാണ്. 2 കുട്ടികളുണ്ട്, ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും. ചേച്ചി ഹൗസ് വൈഫാണ്. ഏട്ടനും എവിടെയും വർക്കിനൊന്നും പോകുന്നില്ല. ഒരു കുട്ടി കോയമ്പത്തൂരാണ് പഠിക്കുന്നത്, ഒരു കുട്ടി തിരുവനന്തപുരത്ത്. അത്ര എനിക്കറിയില്ല കേട്ടോ. ഇനി ആല്ലേ പരിചയപ്പെടുത്തിയത്? ശിവലക്ഷ്മി, ഗുഡ് ലൈറ്റ്, ജയകുമാർ. ജയേട്ടനെ പരിചയപ്പെടുത്തരാ. ജയേട്ടൻ്റെ വീട് ആലപ്പുഴയാണ്. ജയേട്ടന് ഒരു പെൺകുഞ്ഞുണ്ട്. കോളേജിൽ സ്കൂളിൽ പഠിക്കാനൊന്നും അറിയില്ല. മക്കളുടെ പേര് മറക്കല്ല.
മൂത്ത ആള് രാജേഷ്, രണ്ടാമത്തെ ആള് രജീഷ്, മൂന്നാമത്തെ ആള് സജീഷ്. അല്ല മോൻ, ഈ പേരുകളൊന്നും മറക്കണ്ടാവോ കേട്ടാ. നല്ല ചന്തമുള്ള, ലൈവിൽ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായി. സ്വന്തം കൂടപ്പിറപ്പ് പോലെ. TV വേണം. LG ഒരു കുട്ടി. LG ഒരു കുട്ടി. സുഭാഷ് ഏട്ടാ ഓക്കെ. ചൂട് വെള്ളത്തിൽ വിക്സിട്ട് ആവി പിടിച്ചാൽ മൂക്കടപ്പ് മാറും. അതെല്ലേ ഷാജേട്ടാ? അതെ അതെ. സൺഡേ പ്ലാൻ, സാറ്റർഡേ പ്ലാൻ ഒന്നുമില്ല രാജ്, ചുമ്മാ റീൽസ് ലൈവ്. അച്ചൂസ് എഡ്ജ് ബോൾഡാണ്. ബോൾഡാണ്, അതെ. എനിക്കിട്ടത് താങ്ങിയതാണ്. ഗുഡ് നൈറ്റ്. അപ്പൊ ഞാനും ബോൾഡ് അല്ലാന്നാ പറയുന്നല്ലേ? സൂപ്പർ. അല്ല അച്ചൂസ് ബോൾഡാണ്, അറിയാം. എന്നെ കുറിച്ച് എന്താണെന്ന് പറയോ? കേൾക്കാനൊരാഗ്രഹം. എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കി. ചിരിക്കുന്നു. കാർത്തിക് ഹായ്. പാലക്കാട്. ഗുഡ് നൈറ്റ് MS പാലക്കാട്. ശരിയല്ല, കുറെ നേരമായി വന്നിട്ട്. പോട്ടെ. ഭർത്താവൊക്കെ കഴിഞ്ഞു, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചു. ജയേട്ട പാല് കുടിച്ചു. പിന്നെന്താ കഴിച്ചു പറഞ്ഞത്? LG TV ഓഫ് ബെസ്റ്റ് ക്വാളിറ്റി. LG അല്ലേ? സോളി സൂപ്പറാണ് കേട്ടോ. സോളി അടിപൊളിയാ. നല്ല ക്ലാരിറ്റി, സൗണ്ട് ലാസ്റ്റ് ചെയ്യും. സൂപ്പർ. സോണി LG ഓക്കെയാണ്. ഓക്കെ അല്ലേ? സൂപ്പറാണ്. പിന്നെ ലൈവ് ജോയിൻ ചെയ്യാം. ഇതെങ്ങനെ ജോയിൻ ചെയ്യണത്? അപ്പൊ ശരിയെന്നാ, പോകുന്നു. ഞാൻ പോകുന്നു. എവിടെ ഇന്ന് ബിനീഷ് ചേട്ടനെ കാണുന്നില്ല? ഉറങ്ങിപ്പോയാ? അയ്യോ ബിനീഷ് ചേട്ടാ എവിടെ പോയി? ഹരിദാസ് ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് അല്ല പാലക്കാട്. ബിനീഷ് ചേട്ടനെ കാണുന്നില്ലല്ലോ, എവിടെ പോയി? എത്രയൊക്കെ പറഞ്ഞിട്ടും അച്ചൂസ് എന്താ ഒരു ഹായ് പറയാത്തത്? പരിചയപ്പെടുത്തിയില്ലേ? അതെ അതെ അച്ചു, ഒരു ഹായ് പറഞ്ഞു. ഒരു ഹായ് പറയൂ രാധേട്ടൻ്റെ അടുത്ത്. വേറെയും പുതിയ ഫ്രണ്ടുമാര് വന്നിരുന്നു ലൈവിൽ, അപ്പോൾ ആർക്കും പരിചയപ്പെട്ടില്ല. ആൾ ജപ്പാൻസ് ബ്രാൻഡ്സ് ആർ എക്സലന്റ് ക്വാളിറ്റി. ജപ്പാൻസ് ക്വാളിറ്റി, അത് പറഞ്ഞത് ശരിയാണ്. രാധേട്ട ഹായ്. രാധേട്ട ഹായ് പറഞ്ഞു കേട്ടോ. ഹായ്. ചേച്ചിയുടെ പ്രൊഫൈൽ ഫോട്ടോ ആണ് പൊളി. എനിക്ക് വളരെ അച്ഛനും ചേച്ചി ഒന്നും പറ്റത്തില്ല. അച്ചു പ്രൊഫൈൽ ഫോട്ടോ ഇപ്പൊ അടിപൊളിയാണ് കേട്ടോ കാണാൻ. എന്ത് ഭംഗിയാണ്. എങ്ങനെയാണ് ഇപ്പൊ ഇത് ഫോട്ടോ എങ്ങനെയാണ് എടുക്കുന്നത്? നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഏതാണ് അവ ഫോൺ ഉപയോഗിക്കുന്നത്? അച്ഛൻ ഏതാ ഫോൺ ഉപയോഗിക്കുന്നത്? ചേട്ടനും ഞാനും ആലപ്പുഴയാണ്. ഏതാ ഫോണ് പറയൂ? ഓപ്പോ ആണോ? ഞാനും ഓപ്പോ ആണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇത് കുറച്ച് അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. കമലയായിരിക്കും. അപ്പൊ ശരി എന്നാ പോകും. ആരും ഒന്നും വിടുന്നില്ല. അല്ല മൂക്ക് അടഞ്ഞടഞ്ഞ് വരുന്നു. വലിയ വർത്തമാനം പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മൂക്ക് കൊണ്ട് വർത്തമാനം പറയണമെന്ന് കേട്ടിട്ടില്ല. ഇപ്പൊ മൂക്ക് കൊണ്ട് വർത്തമാനം പറയണത്. രാധേട്ട എന്നോട് മാത്രമേ മിണ്ടൂ അച്ചൂസ്. അനന്ത കുട്ടിയോടും. അതെല്ലേ? ഹായ് അച്ചൂസ്, നമസ്കാരം. അച്ഛ ഏതാണ് ഫോണ്? രാധേട്ടനും ജയേട്ടനും മാത്രമേ റിപ്ലൈ കൊടുക്കൂ. ജെറിനേട്ടൻ എന്താ ചോദിച്ചത്? ഞാൻ കണ്ടില്ലല്ലോ.
என்னோட ப்ரொஃபைல் ஃபோட்டோ பார்த்துருக்கீங்களாப்பா? சூப்பராக இருக்கிறது பார்த்துருக்கீங்க. அருமை. மை தமிழ் தேவல். சொல்லுங்க தேவல், எப்படி இருக்கிறீங்க? நல்லா இருக்கிறீங்களா? சாப்பிட்டீங்களா தேவல்? எங்க இருந்து லைவ் பார்த்துட்டு இருக்கிறீங்க? மூக்கு அடைச்சிருக்குதா? அப்படித்தான் பேச முடியுது. അപ്പാ അതില് വില കേട്ട വയ്യ. എല്ലാരും കൂടെ ഞാനില് ഇത്രയും പേര് മോളിൽ കേട്ടിട്ട് വരും. നല്ല അടച്ചു. സൂപ്പർ. ശ്വാസം വിടാൻ പറ്റാത്തൊരവസ്ഥയായി. മിക്സ് ഉണ്ട് എന്തായാലും. ഭാഗ്യം വാങ്ങി വെച്ചത് കൊണ്ട് മിക്സ് എടുത്ത് തേക്കാം. വേറെ വഴിയില്ല. അച്ചു പോയാ? അച്ചു ഏതാ ഫോണ്? ഗോവിന്ദരാജ് ഗുഡ്ലൈറ്റ്. ശരി, അപ്പൊ ഞാൻ എല്ലാം ഇറങ്ങണം. സമയം ഒരുപാടായി. ഇന്ന് കുറച്ച് കാറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട്. ഗുഡ് നൈറ്റ്. ഫോണ് ഐഫോണാണ്. അയ്യോ ശരി. സൂപ്പർ. അപ്പൊ പിന്നെ ക്ലാരിറ്റി ഇല്ലാതിരിക്കുവോ അല്ലേ? ടെറസിന്റെ മുകളിലാണോ? അതാണോ? മഞ്ഞ് വീഴും, ഇനി ചുമയും വരും. അതെല്ലേ ഷാജേട്ടാ പറഞ്ഞ് ശരിയാ. ടേക്ക് പ്ലസ് ടാബ്ലറ്റ് ഫോർ കോൾഡ്. അതെ അതെ അതെ. ഗുഡ് നൈറ്റ് സ്വീറ്റ്. പേസില്ല, ഇനി പേസ മുടിയില്ല. ഇനി നന്നായി വായിച്ചാലും തെറ്റി വായിച്ചതേ പറയൂ. ജനലേട്ടാ പറയുന്നത് അത് വായിച്ചിട്ട് കണ്ടില്ലെന്ന് എന്തിനു പറയുന്നു? അത് വായിച്ചിട്ട് അതാ അങ്ങനെയാണോ? എന്താണ് വായിച്ചത്? യു ഓക്കെ. ഗുഡ് നൈറ്റ് പറഞ്ഞു മളി. അച്ചൂസിന്റെ അച്ചൂസിന്റെ ഐഫോൺ ആപ്പിൾ. ഓക്കെ 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 ഓക്കെ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അച്ചൂസ് ഓക്കെ. ബിനീഷേട്ടൻ എവിടെ? കാണുന്നില്ല. ബിനീഷേട്ടന് ചിരി ഉണ്ട്, ജെറിലേട്ടന് ചിരി ഹായ് ഉണ്ട്. കണ്ടോ? അച്ചു ഇന്നലെ ഇല്ല, ഉച്ചക്കാണ് നമ്മൾ മെൻഷൻ ചെയ്തത്. ആരല്ലേ മെൻഷൻ ചെയ്തത്? എല്ലാവരും മെൻഷൻ ചെയ്തു അല്ലേ? ഇന്ന് ഉച്ചക്കാണ് മെസ്സേജ്. ഉച്ചക്കാണെന്ന് തോന്നുന്നു. ജയേട്ടൻ ലൈവ് ഇട്ടു എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനൊന്നും കണ്ടില്ലല്ലോ ഭഗവാനെ. എത്ര നേരം ഉണ്ടായിരുന്നു ലൈവ്? ജയേട്ടാ ലൈവ് എത്ര നേരം ഉണ്ടായിരുന്നു ജയേട്ടാ? ഒന്ന് പറഞ്ഞേരി. ഞാനിനി ഇത്തിരി വല്ലതും കഴിക്കട്ടെ. അയ്യോ ഷാജിയേട്ടൻ ഇത്ര നേരം കഴിച്ചില്ലേ? പോയി കഴിക്കുക. വെറുതെ കഴിക്കാണ്ട് ഇത്ര നേരമായിട്ട്. ഞാന് പോവാണ്. സമാധാനം ഇല്ലാണ്ടിരിക്കണ്ടെങ്കിൽ ഞാൻ പോവാണ് കേട്ടോ. എല്ലാരും കഴിക്കാത്തവരൊക്കെ കഴിക്കുക. ശരി, അപ്പൊ പോകുന്നു. അല്ലക്കുട്ടി ഇജ്ജ് പഴയ പഴങ്കഞ്ഞിയാ. അങ്ങോട്ട് ഇജ്ജ് എന്താ പറയരുത്? അങ്ങോട്ട് ഇങ്ങോട്ട് കിടക്കാൻ പറഞ്ഞാൽ പാടില്ല. അതെ. 1 മണിക്കൂർ 13 മിനിറ്റ് ആയി. അപ്പൊ ഞാൻ പോകുന്നു കേട്ടോ. സമയമായി. 1 മണിക്കൂറൊക്കെ ആയി അല്ലേ? പോട്ടെ. ലൈവിൽ എത്ര പേരുണ്ട്? അതും കൂടെ പറഞ്ഞു തരൂ മളി. ഇവിടെ ബിനീഷേട്ടനാണ് പറഞ്ഞത്. ബിനീഷേട്ടൻ എവിടെ പോയി? ഒന്നും കാണുന്നില്ലല്ലോ. ആള് എന്താണ് എന്റെ അടുത്ത് പിണങ്ങിയോ? ഞാൻ പോവുക. സുജിത്തേട്ടൻ ഇത്ര നേരം ഉണ്ടായിരുന്നു, എന്നിട്ട് ഒന്നും വിടുന്നില്ല. അയ്യോ എനിക്കിപ്പോ സുജിത്തേട്ടാന്ന് പറയാനും കൂടെ കിട്ടാത്ത അവസ്ഥയായിട്ടോ. ജയേട്ടനെയും രാധേട്ടനെയും ഇപ്പോൾ അഞ്ചു ഇവർക്ക് മാത്രമേ റിപ്ലൈ ഉള്ളൂ. ജെറിൻ നമ്മളെ എല്ലാം വേസ്റ്റ് ആണ്. ജെറിന്റെ അടുത്ത് ഹായ് പറഞ്ഞു. ബിനീഷ് ചേട്ടന് ഹായ് സ്മൈല്. പിന്നെ എങ്ങനെ വേസ്റ്റ് ആവുക? ഇവർക്ക് മാത്രമേ 5 ഇവർക്ക് മാത്രമേ. ഇല്ലല്ലോ,
എന്നാ ശരി, ഗുഡ് നൈറ്റ്. നാളെ വിളിക്കാട്ടാ. അയ്യോ പോവല്ലേ, കൂട്ടുകാരോട് സംസാരിച്ചേ. ഇല്ല, ഇനിയിപ്പോ സമയമായി, ഉറങ്ങട്ടെ. ഹായ് ബിനി, നമസ്കാരം. എന്താണ് ബിനീഷേട്ട എത്ര നേരം വന്നില്ല? സമയം എത്രയായില്ല അറിയോ? ഞാൻ വന്ന് 1 മണിക്കൂറായി. ഡു യു സ്ലീപ്? യെസ്. സുനിൽ കുമാർ, ജയ ശ്രീറാം, മോഹൻ, ജയ ശ്രീറാം. എന്റെ ഈ സൗണ്ട് എല്ലാ വീട്ടിലും കേൾക്കുന്നുണ്ടോ എന്തോ. എന്തൊക്കെയാണെങ്കിലും ശരി, ഞാൻ പോവാണ്. നാളെ കാണാം. ഓക്കെ. ഞാനും ലൈവിൽ ഇനി വരുന്നില്ല. അതാ സത്യമാണ്. അതെന്താ അല്ല പറയുന്നത്? ലൈവില് 171 പേരുണ്ട് അല്ലേ? എന്നിട്ടാണ് ആരും ഒന്നും മിണ്ടണില്ല. ചോദിച്ചാലും മറുപടി പറയില്ല. അപ്പൊ എങ്ങനെയാണ്? പോട്ടല്ലോ അല്ലേ? ഇനി വരില്ല. അതെന്താ വരാത്ത ബിനീഷേട്ടോ? ഇന്നലെ ജയേട്ടൻ വല്ല പറഞ്ഞു. എങ്ങനെയോ എല്ലാ ഫ്രണ്ട്സുമാരുടെ അടുത്ത് പറഞ്ഞു, എല്ലാവരും കൂട്ടിയിട്ട് വന്നു. ഞാൻ വിളിച്ചാ വരില്ല, ഫ്രണ്ട്സുമാരെ വിളിച്ചാൽ വരും പറഞ്ഞു. ഇനിയിപ്പോ ബിനീഷേട്ടനെ വിളിക്കാൻ വേണ്ടി ഞാൻ ഏത് ഫ്രണ്ട്സിന്റെ അടുത്താ പറയാ? ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് രാജ്. ഓക്കെ രാജ്, സമയം ആയി, കിളമ്പറയപ്പാ. ഓക്കെ നാളെ കിളമ്പറ. ജയേട്ടന്റെ പാട്ട് പ്ലേ ചെയ്തല്ലോ, ഇവിടെ ബന്ധുന്നില്ല, പരാതി തീരും. അല്ലേ? ജയേട്ടന്റെ പാട്ട് പ്ലേ ഞാൻ കേട്ടിട്ടുണ്ട്, നല്ല പാടും. സുജിത്ത്, ഗുഡ് നൈറ്റ്. ജയേട്ടൻ നന്നായി പാടും. അവർ 3 പേരും മതിയല്ലോ, ഞങ്ങളെന്തിനാ? അതാ ഡാലുക്കുട്ടി, ബിനി രാവിലെ മുതൽ ബ്രെയിൻ വാഷ് ചെയ്തു. അതെനിക്കറിയാലോ. മുടി സൂപ്പർ കേട്ടോ. ആണല്ലേ, മുടി സൂപ്പറാ. താങ്ക് യു. മുടി എന്ത് സൂപ്പറാകാൻ കാരണം എന്താ അറിയോ? നല്ലതായിട്ട് കെട്ടുണ്ടാവുമല്ലോ, ചിക്കുണ്ടാവുമല്ലോ, അതിലേക്ക് ഇങ്ങനെ ചീവി എടുത്തു എന്ന്. അതുകൊണ്ടാണ് കുറച്ച് ലെങ്തായിട്ടൊക്കെ തോന്നുന്നത്. ഇല്ലെങ്കിൽ എവിടെ മുടി ചെയ്യണത്? ഇങ്ങനെ ചീവി കണ്ട് ഇത്രയ്ക്ക് നിർത്തും. പിന്നെ ഇവിടെ എന്തോ ആകട്ടെ എന്ന് പറഞ്ഞിട്ട് വിടും. ചോദിച്ചതിന് മറുപടി പറയാത്തത് ഞങ്ങളാണ് അല്ലല്ലോ. എന്താ ചോദിച്ചത്? അയ്യോ, ഞാനിനി പോട്ടെ കേട്ടോ. ശരി എന്നാ. ഓക്കെ, ഗുഡ് നൈറ്റ്. പേടിയാവുന്നു. ശരി എന്നാ, ഗുഡ് നൈറ്റ്, ടാറ്റ. നാളെ വരാം കേട്ടോ. നാളെ ഉച്ചയ്ക്ക് വരാം. ഒരുപാട് സമയമായി. ചീത്ത പറയും. മാത്രമല്ല ഡോറ് ശബ്ദം കേൾക്കുന്നു. പേടിക്കണല്ലോ. അപ്പൊ ശരി എന്നാ, ടാറ്റ, ഗുഡ് നൈറ്റ്. ഒരു വേർതിരിവ് ഉണ്ട് ചെറിയ വേർതിരിവ് ഉണ്ട്. തോന്നുന്നതാ, അങ്ങനെയൊന്നുമില്ല. എസ് ജെറിൽ ബ്രോ, നമ്മള് മതിക്കാൻ മാട്ടിങ്ങനെ ബ്രോ. എല്ലാം സത്യമാടാ, സത്യമാ, എനിക്ക് അറിയുന്നത്. അതല്ല ഞാനും സത്യം തന്നെ പറഞ്ഞത്. നല്ല സൂപ്പർ കാറ്റ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ റീൽസ് ചെയ്യാം. ഇന്നിപ്പോൾ അത് ലൈവായി പോയി, അതുകൊണ്ട് റീൽസ് ചെയ്യാൻ പറ്റില്ല. ലൈവ് ചെയ്യാം. ഒരിക്കലും ഇല്ല ബിനി, ഒരിക്കൽ നീ ചിരിച്ചാൽ എല്ലോർമകളിൽ തുളുമ്പും ചുംബനങ്ങൾ. ഞാൻ സ്റ്റിക്ക് എടുത്തിട്ട് വെളിയിൽ വെച്ചതാ. അപ്പൊ ശരിയെന്നാ കേട്ടോ ഫ്രണ്ട്സേ. ഞാനേ പേടിച്ചു, അതുകൊണ്ടാ പോകുന്നത്. ആള് വേണ്ടത്ര പരിചയമില്ല അല്ലേ? അതാ, ആള് വേണ്ടത്ര പരിചയമില്ലല്ലോ, അതാ. ആരെടുത്താണ്? എൻ്റെ അടുത്താണോ? അനിത
പോകുന്നു. ലൈവ് ടൈം സമയം 11 മണി കഴിഞ്ഞല്ലോ. ഉറക്കം വരുന്നില്ല. അഷ്റഫേട്ടാ എന്താണ്, എവിടെയാണ് സ്ഥലം? ഇപ്പം എവിടെയാണ് ഇരിക്കുന്നത്? പറയ്. ഞാൻ പോകുന്നു കേട്ടോ. സ്റ്റിക്കൊക്കെ മടക്കി വെക്കട്ടെ. നല്ല പാട്ട്, എനിക്കിഷ്ടപ്പെട്ടു. അരുൺ ഓക്കെ ഏട്ടാ. അപ്പം ശരിയെന്നാ ഞാൻ പോകുന്നു പറഞ്ഞേ. അച്ചൂസിൻ്റെ അടുത്താണ് ബിനീഷ്. 4:07 രാവിലെ മുതൽ ഓക്കെ ഫ്രണ്ട്സ്, ടാറ്റ കേട്ടോ. ഉവ്വ നിങ്ങളിങ്ങനെ വർത്താനം പറയും. പോയില്ലേ? പോയി ഷിബു കേട്ടാ. എന്നെ ആരും വിളിക്കണ്ട, ഞാൻ വരില്ല. എവിടേക്ക്? എവിടെ 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 എവിടെ? നിങ്ങളിങ്ങനെ എല്ലാവരും കൂടി വർത്താനം പറയും. ആർക്കും ഗുഡ് നൈറ്റ് ഒന്നും ഇല്ലേ? എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മൾ കമൻറ്റ് ഇട്ടാൽ അതിന് മറുപടി തരില്ല. ജയേട്ടൻ, രാധേട്ടൻ, സാജനേട്ടൻ, അച്ചൂസ് ഇവർക്ക് മാത്രം റിപ്ലൈ ഉള്ളൂ. അയ്യോ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നലാണ് ഏട്ടാ. ജരനേട്ടോ തോന്നലാണേ. തോന്നല. ഓക്കെ, ഞാനിപ്പോൾ കുറച്ച് ചൂടുവെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ. ടാറ്റ. ആർക്കും ഗുഡ് നൈറ്റ് ഇല്ല. ജെറിന് ഇജ്ജ് ചുമ്മാ ഓരോന്ന് പറയുന്നു. അതെ അതെ, ചുമ്മാ ഓരോന്ന് പറയാ വെറുതെ. ചേച്ചിക്ക് മലയാളം വായിക്കാൻ അറിയില്ല, നന്നായി അറിയാം. അതുകൊണ്ടല്ലേ റിപ്ലൈ തരാത്തത്? അങ്ങനെയൊന്നും വിചാരിച്ചാ പോരെ. മലയാളം വായിക്കാൻ അറിയാത്തത് കൊണ്ട് റിപ്ലൈ തരാത്തത്. യാർക്കും ഗുഡ് നൈറ്റ് സൊല്ലപ്പാ. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. പോരെ? പറയുന്നുണ്ട്, പറഞ്ഞു കേട്ടോ. എല്ലാവർക്കും ഗുഡ് നൈറ്റ് പറഞ്ഞു. നല്ല ക്ലാരിറ്റി ഇല്ല ഇവിടെ. പക്ഷേ ഫോണിൽ ചാർജൊക്കെ ഉണ്ട്. അപ്പം ശരി എന്നാ, ടാറ്റ, ഗുഡ് നൈറ്റ് എല്ലാവർക്കും. സ്വീറ്റ് ഡ്രീംസ് കടിച്ചുകൊണ്ടത് പോകുന്നു. ഫിനിഷ്.